പോകുന്നത് ജനനായകൻ റിലീസായല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങളിലേക്ക് പോവാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് നായകനായ ചിത്രം ജനനായകന്റെ ആദ്യ ഷോ തിയേറ്ററുകളിൽ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ പ്രേക്ഷക പ്രീതിക്കൊത്തെത്തിയോ ജനനായകൻ എന്ന് നമുക്ക് പ്രേക്ഷകരോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. കൊച്ചിയിൽ നിന്ന് നമ്മുടെ സഹിൻ ആന്റണി റെഡി ആയിട്ട് നിൽപ്പുണ്ട്. സഹിൻ, ഗുഡ് മോർണിംഗ്. കാത്തിരുന്ന് നിയമ പോരാട്ടങ്ങൾക്കൊക്കെയും ഒടുവിൽ എല്ലാത്തിനെയും അതിജീവിച്ച് ജനനായകൻ ഇന്ന് റിലീസായി. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞെന്ന് മനസ്സിലാക്കുന്നു. എന്താ പ്രതികരണം? തീർച്ചയായിട്ടും സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ചിത്രം എത്തി. ജോസഫ് വിജയ് പ്രതീക്ഷിച്ച പോലെ തന്നെ അദ്ദേഹം ആരാധകർക്ക് ആവേശം ഉണ്ടാക്കിയോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ചേട്ടാ, പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് കഴിഞ്ഞാലേ പറയാൻ പറ്റില്ല എന്താന്നുള്ളത്. നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല സെക്കൻഡ് ഹാഫ്. ഏയ്, எப்படி இருக்கு படம்? சூப்பர் பிளாக் பஸ்டர், தளபதி தி பெஸ்ட் மூவி. நல்லா இருக்கா? எத்தனை பைரசி இறங்கியாலும் சரி நம்ம தியேட்டர் போய் ஆகோஷிக்கும். தளபதி படம் தியேட்டர் போய் ஆகோஷிக்கும். பைரசி இறங்கியாலும் ஒரு விஷயம் இல்லை. நம்ம ரொம்ப ரசிகனா விஜயோட தீவிர ஃபேன். நம்ம பார்ட்டியிலுண்டு நம்ம விஜயோட தீவிர ஃபேன். எப்படி இருக்கு? நல்லா இருக்கா? படம் பிளாக் பஸ்டர். எத்தனை இவன் மாதிரி பைரசி எந்த கோப்பு இறங்கியாலும் சரி தளபதி படம் തന്നെ. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? நல்லா இருக்கா പടം? நல்லா இருக்கா? അത് തന്നെയാണ്. എന്തായാലും ഓരോരുത്തരോട് ചോദിക്കാം. എങ്ങനെയുണ്ട് അത് പടം? കിടിലം പടം. ദളപതിയുടെ ഓറ അങ്ങനെ ഒന്നും നഷ്ടപ്പെടുത്തില്ല. ഇനി ഒരു 10-20 വർഷം ദളപതിക്ക് അഭിനയിക്കുക. ഇതേപോലെ കിടില ഓറ. ഈ 50 വയസ്സിൽ ഈ എനർജി ഒരു സ്റ്റാറിനെ നിങ്ങൾ കാണിച്ചാൽ മലയാളത്തിലല്ല തമിഴ്നാട് ഇത്ര എനർജി ആയിട്ട് അഭിനയിക്കുന്ന ഒരാളില്ല. CM ആയാലും ശരി, ഒരു വർഷത്തിൽ 2 വർഷത്തേക്ക് ഒരു പടമെങ്കിലും ഹിറ്റാണോ? സൂപ്പർ ആയിട്ട് ഡൂപ്പർ ആയിട്ട്. എങ്ങനെയുണ്ട്? നല്ല മൂവിയാണ്. ഇതൊരു അടിപൊളിയാണ്. എല്ലാവരും ഒരു നല്ല അഭിപ്രായമാണ് പറയണത്. അവരോടൊക്കെ ചോദിക്കാം. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? ഇത് എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? പടം കുഴപ്പമില്ല. എന്തായാലും ആളുകളൊക്കെ ഒരു പടം എങ്ങനെയുണ്ട്? പടമൊന്നുമല്ല, എനർജിയാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഫസ്റ്റ് ഡേ വന്നത്. ആ എനർജി വേറെ ആർക്കും പിടിക്കാൻ പറ്റില്ല. ഓ, ഭയങ്കര പടം ഫസ്റ്റ് ഹാഫ് അടിപൊളി. അതന്നെ, ഫസ്റ്റ് ഹാഫ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഹാഫ് കൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും സേതു നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മികച്ച അഭിപ്രായമാണ്. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? നല്ല പടമാണ്, അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടാ? ഒരു രക്ഷയില്ല. ഇനിയാണ് തുടങ്ങാൻ പോണത്. ഇനിയാണ് പെസൈഡിയ. അതെ. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? സൂപ്പർ, ഒന്നും പറയില്ല. അടിപൊളി. സൂപ്പർ. വിജയ് തിരിച്ചറിവ്. അടിപൊളി. ഫൈറ്റ് ഒക്കെ സൂപ്പർ. പടം എങ്ങനെയുണ്ട് മോനെ? പീക്ക് ഇന്റർവ്യൂല് പീക്ക് ഒരു രക്ഷയില്ല. അടിപൊളിയോ. ഫുൾ വിജയ് ഷോ. വിജയ് കത്തിപ്പാറണുണ്ട്. ഹിറ്റായിരിക്കോ? വിജയുടെ എൻട്രി പീക്ക്. BGM ഒക്കെ അടിപ്പൻ. ഫസ്റ്റ് തന്നെ ഏതോ അവര് എന്താ പറയുന്നത്, ഈ ആരാധകരൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആഘോഷം ഉണ്ടായിരിക്കുകയാണ് വിജയുടെ ഈ സിനിമ വന്നതുകൊണ്ട്. ഇതാ എങ്ങനെയുണ്ട് ഈ ആക്ഷനൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകുന്നത്? പിന്നെ അത് തന്നെയാണ് സേതു, അവർക്ക് വലിയ സന്തോഷമായിട്ടുണ്ട്. എന്തായാലും ഫസ്റ്റ് ശരി, അതല്ലെങ്കിലും തിയേറ്ററിൽ സി ജോസഫ് വിജയിയൊക്കെ കാണുമ്പം ദളപതി വിജയെ കാണുമ്പോഴത്തേക്കും കാണുമ്പോൾ തന്നെ ഒരു ആവേശമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ അറിയാലോ എത്ര നാളായിട്ടുള്ള കാത്തിരിപ്പല്ലേ ജനനായകൻ്റെ റിലീസ്. പൊങ്കൽ റിലീസായിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചാണ്. പിന്നീടത് പല നിയമ നടപടികളിലെ നിയമക്കുരുക്കിലും ഒക്കെ പെട്ടു. നിയമ പോരാട്ടങ്ങളിലേക്ക് പോയി. ഏറ്റവും ഒടുവിൽ ചിത്രം ഇന്ന് റിലീസായിട്ട്. ഇതിനിടയ്ക്ക് മറ്റേ പ്രിന്റ് ചോരുന്ന പരിപാടി ഉണ്ടായി. അതുവഴി കുറേ പേര് സിനിമ കാണുകയും ഒക്കെ ചെയ്തു. അതും വലിയ വിവാദമൊക്കെ ആയതാണ്. പക്ഷേ റിയൽ ആരാധകർ കാത്തിരുന്നു വിജയിയെ തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ട്. അവരിന്ന് കണ്ടു. ഇനി വരും ദിവസങ്ങളിലും കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ പടത്തിന് നല്ല ഒരു മിക്സറല്ല, അത്യാവശ്യം നല്ല അഭിപ്രായം തന്നെയാണ് ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ.